നമസ്കാരം. കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ ചെയ്യുന്ന നിത്യപാരായണം ശ്രീ വൈശാഖ മഹാത്മ്യം. ഇന്ന് 19ാമത്തെ അധ്യായം, വൈശാഖ മാസം 19-ാം തീയതി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. ഓം. വൈശാഖ മഹാത്മ്യം ധ്യാന ശ്ലോകം. ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ഹരേ ജയ, ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ, ഗോവിന്ദ പ്രിയ ശൗരേ, ഗോവിന്ദ ഹരേ ജയ. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യം 19ാമത്തെ അധ്യായം. അത ഏകോനവിംശോധ്യായ. പിന്നെയും ശങ്കമുനിയെ തൊഴുതുടൻ ധന്യനാകും കിരാതൻ പറഞ്ഞിടിനാൻ. ഏതൊരു കർമ്മേണ ഞാൻ ഇത്ര മൂഢനായി വ്യാധകുലത്തിൽ പിറന്നിതു മാമുനി. ഈ ദൃശിയായി വരാൻ എന്തു ബുദ്ധിയും സാധുവാം നീ ഗുരുവായി വരുവാൻ മമ. ഒക്കെ അരുൾ ചെയ്തു കേൾപ്പതീനാഗ്രഹം ഉൾക്കാമ്പിലേറ്റം വളരുന്നു മേ വിഭു. കാട്ടാള ഭാഷിതം കേട്ടു മുനികുല ശ്രേഷ്ഠനും വാട്ടം വരാതെ ചൊല്ലിയിടിനാൻ. പണ്ടു നിശാകാലദേശേ മുനീശ്വരൻ ഉണ്ടായ ബാലകൻ വത്സഗോത്രോത്ഭവൻ. സ്തംഭനെന്നും തവ നാമവും ഓർക്കനീ ഡംബുമുണ്ടേറ്റം മഹാകാമിനീശ്വരൻ. കാന്തിമതി എന്നു നാമമായിടിന പൂന്തേൻ മൊഴിയേഴുമേട്ടുകൊണ്ടാണല്ലോ സ്വാശ്രയ പത്നിയിൽ ആശവേറിട്ടു നീ വേശ്യാവിനോദം തുടങ്ങി ദിനം പ്രതി. ഓം ശ്രീകൃഷ്ണായ നമ. തൽഗൃഹേ കൊണ്ടെന്നു വച്ചിതു വേശ്യയെ തങ്ങളിൽ ചേർന്നു രമിക്കുമനാരദം. തത്സംഗദോഷേണ നിത്യകർമാതയും വത്സനാം വിപ്രനു നേർത്തു ചമഞ്ഞുതേ. മൂഢശൂദ്രാചാരമാചരിച്ചശ്രമം പ്രൗഢരാഗേണ മഹാഷഡ മാനസൻ. സുഭ്രുവാകും തവ ധർമ്മപത്നി തന്നിൽ അല്പവുമില്ലാതെയായി തേ സ്നേഹവും. ഇഷ്ടമവളിൽ ഭവാനില്ല എങ്കിലും ഒട്ടും ഉപേക്ഷ കൂടാതെ നിരന്തരം ശുശ്രൂഷ ചെയ്യുമതി ഭക്തി സംയുതൻ. ആശ്രയം ഭർത്താവൊഴിഞ്ഞില്ല എന്നോർത്ത് ഭർത്താവിനിഷ്ടയാം വേശ്യയെ കൂടവേ നിത്യവും ശുശ്രൂഷ ചെയ്യും ബുധോത്തമ. ദൈത്യനെ തന്നെയും ദൈത്യേഷ്ട തന്നെയും മോദേന കാൽ കഴുക്കിക്കും ദ്വിജാംഗന. വിപ്രവേശ്യാസമൂർധഭാഗ്യേ സദാ സുപ്രസാദേന നിത്യം ശയിച്ചിടുമീ. ദാസി സമാനയായ ധർമ്മപത്നി തഥാ വാസവും ചെയ്തുറങ്ങും ശുചാസന്തതം. എപ്പോഴും ഏവർക്കും ഒത്തവണ്ണം തന്നെ അപ്രിയം കൂടാതെ വിപ്ര കുടുംബിനി രക്ഷിച്ചു പോരുന്ന കാലമൊരു ദിനം അക്ഷോണിദേവനതമലോത്തമൻ. മൂലകങ്കാര സ്നേഹതൈലങ്ങളാൽ മേളിച്ചു മോദേന ഭക്ഷിച്ചു ഭൂസുരൻ. ഛർദിയും പിന്നെ വിരോചന രോഗവും വിദ്രുതം ഭൂമീസുരനുണ്ടായി വന്നുതേ. പത്യമായി തീക്ഷണം ഔഷധം സേവിച്ചു പിൽപ്പാടുകൂടി ഭഗന്തര വ്യാധിയും. സർവദുഃഖങ്ങളെ കൊണ്ടു മഹീസുരൻ സർവദാ ദുഃഖം മുഴുത്തു കേഴും വിധോ. ഉള്ള ധനങ്ങൾ ഒടുങ്ങിയ നേരത്തു പുള്ളിമാൻ ഗണ്ണിയാളാകും ഗണികയും. മറ്റും ദ്വിജനിലെ സ്നേഹവും വിട്ടവൾ മറ്റൊരു പുരുഷ ഗേഹം പ്രവേശിച്ചു. ഓം ശ്രീകൃഷ്ണായ നമ. പിന്നെയും മഹീസുരൻ ഏറ്റവും ഖേദിച്ചു തന്നെ വല്ലഭയോടു ചൊല്ലിയിടിനാൻ. കഷ്ടം ഗണികയിൽ സക്തനായി വന്നു ഞാൻ ഒട്ടുമേ നിന്നിൽ കരുണയും കൂടാതെ. കാലവും ഏറ്റം കഴിഞ്ഞു ശിവ ശിവ മേലിനി എന്തു ഭവിക്കുമെന്നീശ്വര. തന്നെ ഭാര്യ പതിവ്രതയാമവൾ തന്നീലഭിരുചി കൂടാതെ സന്തതം അന്യന്മാരായുള്ള വേശ്യാങ്കനമാരോ ഒന്നിച്ചു നിത്യം വസിച്ചു വിപ്രാതമൻ. പിന്നെ ജന്മങ്ങൾ 15 ഷണ്ഡനായി തന്നെ ഭവിക്കുമതേനില്ല സംശയം. നിതനായി വരും സജ്ജനത്താലവൻ എന്നു വേദോക്തികൾ അറിഞ്ഞേനഹം. വേശ്യമാരോടുള്ള സംസർഗ കാരണം ഈശ്വരൻ താനനുകൂലനല്ലാതെയാം
സത്യവും ധർമ്മവും തേജസ്സും ആയുസ്സും നിത്യം ചെയ്യിച്ചു കെടും ദൃഢം പിന്നെയും. ആരോഗ്യവും കെട്ടു രോഗവും വർദ്ധിച്ചു വൈരാഗ്യമേവർക്കുമുണ്ടാം ദിനേ ദിനേ. എന്നതോ ഞാൻ പറയണമെന്നില്ലല്ലോ, തന്നെ നിരന്തരം എന്നെ രക്ഷിക്ക നീ. മുന്നമേ ഞാൻ ചെയ്ത പരാഗമൊക്കെയും ധന്യശീലേ നീ ക്ഷമിച്ചു കൊള്ളേണമേ. അല്ലായിൽ നിന്നുടെ കോപാഗ്നി തന്നിൽ ഞാൻ വല്ലാതെ വീണു ദഹിച്ചു പോം നിർണയം. ഓം ശ്രീകൃഷ്ണായ നമ. ഏവം പറഞ്ഞൊരു ഭർത്താവു തന്നോടു കയ്യും വണങ്ങി പറഞ്ഞു വിനയാന്വിതം, വല്ലഭ നീ വൃത ഖേദിക്കരുതെടോ, നല്ലതു മേന്മേൽ വരേണമേ ദൈവമേ. കോപാഗ്നിനാ ഭവാൻ ഭീതനായിടല, കോപം കുറഞ്ഞൊന്നുമില്ലെനിക്കോർക്ക നീ. തന്നാൽ കൃതമായ പാപം അനുഭവം അന്യൻ വരുത്തുമാറില്ല ദുഃഖം നൃണാം. ബോധമില്ലായ്കയാൽ ഇങ്ങനെ തോന്നുന്നു, ചേതസി തോന്നുന്നതില്ലെനിക്കേതുമേ. നിന്നോടു ചേർന്നു സുഖേന വാണിടുവാൻ പുണ്യമഹംപുര ചെയ്യായിക കാരണം. കാരുണ്യമില്ലാതെയായി വന്നു ഞാനതീൻ, ആരോടു വൈരം നിനയ്ക്കുന്നു വല്ലഭ. ഇങ്ങനെ ഓരോന്നു സാദരം ചൊന്നവൻ, തന്നുടെ ഖേദമശേഷം കളഞ്ഞവൾ. നൽവഴി പാലനം ചെയ്തുമേവുമിതോ, ദ്രവ്യവുമില്ലാതെയായി ചികിത്സിപ്പാൻ. അച്ഛനോടും നിജ ബന്ധുക്കൾ തമ്മോടും അർത്തിച്ചു വാങ്ങിപ്പുലർത്തും മനോഹരി. ദേവതമാരെയും നിത്യവും പൂജിച്ചു ആവോളം നിജഭക്തി സമന്വിതം. ഭർത്താവു തന്നുടെ രോഗങ്ങൾ വേർപെട്ടു സ്വസ്ഥനായി കണ്ടാവു ഞാൻ മമ ദൈവമേ. ദണ്ഡം വെറുത്താൽ ഗണേശനു മാമകം, ദണ്ഡം പൊറുത്താൽ ഗണേശനു മോദകം. എണ്ണമില്ലാതോളം നേരിപ്പനാശു ഞാൻ, മന്ദവാരം പത്തു ഭാസിച്ചുമേവുന്നേൻ. തിന്നുമാറില്ല മധുരരസാദികൾ, ഭർത്താവു തന്നുടെ ദണ്ഡം പൊറുപ്പോളം ചിത്തസുഖങ്ങൾ ഉച്ചിക്കുന്നതില്ല ഞാൻ. ഇങ്ങനെ മയവുന്ന കാലമൊരു ദിനം, മംഗലനാകുന്ന ദേവല മാമുനി. പൈശാചമാംസമീടാന്വിതം തന്നെയും പേശലശീലയാം കാന്തിമതി കണ്ടു. ഭർത്താവു തന്നോടു ചൊല്ലിനാൻ വ്യാജേന, വൈദ്യനെ സാദരം പൂജിപ്പതിനായി. വല്ലഭ തന്നുടെ യാജ്ഞയാ ഭൂസുരൻ, നല്ല മുനീന്ദ്രനെ പൂജിച്ചു കൊണ്ടവൻ. പാദതീർത്ഥം ഭർതൃമൂർധനി ചേർത്തിനാൾ, മോദം മുനീവരനുണ്ടാക്കി മെല്ലവേ. ധർമാർത്ഥനായ മുനിക്കു വിരവോടു നിർമ്മജലപാനദാനവും ചെയ്തിതു. പിന്നെ മഹാമുനി തൻവഴി പോയിതു, സന്നിപാതേ മൂർച്ഛിച്ചിതു രോഗവും. പേയം ത്രികൂടു കലക്കി ഭവാനുടെ, വായിൽ പകർന്ന നേരം ബോധമില്ലാതെ. ദന്തങ്ങൾ മധ്യേ അകപ്പെട്ടൊരങ്കുലം, അന്തമുറിഞ്ഞങ്ങു വീണിതു ജീവനും. വേർപെട്ടു കണ്ട നേരത്തു സമമ്മത, കൽപ്പതിക്കായഥ നൽതടിയും തീർത്തു. ഭർതൃകളേബരം ചേർത്തു നിജാംഗവും, പത്നയാ വിഷ്ണുപദം ഗമിച്ചിടിനാൾ. ഓം ശ്രീകൃഷ്ണായ നമ. നല്ല മുനീന്ദ്രനെ പൂജിച്ചു കൊണ്ടവൻ, പാദതീർത്ഥം ഭർതൃമൂർധനി ചേർത്തിനാൾ. മോദം മുനീവരനുണ്ടാക്കി മെല്ലവേ. ധർമാർത്ഥനായ മുനിക്കു വിരവോടു നിർമ്മജലപാനദാനവും ചെയ്തിതു. പിന്നെ മഹാമുനി തൻ വഴി പോയിതു, സന്നിപാതി മൂർച്ഛിച്ചിതു രോഗവും. പേയം ത്രികൂടു കലക്കി ഭവാനുടെ, വായിൽ പകർന്ന നേരം ബോധമില്ലാതെ. ദന്തങ്ങൾ മധ്യേ അകപ്പെട്ടൊരങ്കുലം, അന്തമുറിഞ്ഞങ്ങു വീണിതു ജീവനും. വേർപെട്ടു കണ്ട നേരത്തു സസമ്മത, സ്വൽപ്പതിക്കായത നൽതടിയും തീർത്തു. ഭർതൃകളേബരം ചേർത്തു നിജാംഗവും, ഭഗ്നയാ വിഷ്ണുപദം ഗമിച്ചിടിനാൾ. മാധവ മാസേ മഹാമുനിക്കാദരാൽ, ബോധമേറും തവ വല്ലഭ ഏകത. പാനകദാനാദി ചെയ്ത നിമിത്തമായി ഊനം വരാതെ മോക്ഷത്തെയും പ്രാപിച്ചു. ദുഷ്ടനായുള്ള നീ വേശ്യയെ ചിന്തിച്ചു, പുഷ്ടസന്താപം മരിച്ചതു കാരണം. കാട്ടാളവംശേ പിറന്നു ഭവാനിന്നു, കേട്ടാലും ഇന്നിയും തൽപുണ്യവർദ്ധനം. മുന്നം മുനിയുടെ പാദതീർത്ഥാമൃതം, നിന്നുടെ മൂർധാവിലേറ്റതു കാരണം.
ഇന്നു നാം തങ്ങളിൽ കാൺമാനവകാശം എന്നറിഞ്ഞാലും നിഷധ കുലാധിപ ജ്ഞാനദൃഷ്ട്യ ധരിച്ചിടിനേനൊക്കെയും ദീനനാം നിന്നുടെ കർമ്മഭേദം സഖേ ചൊല്ലിനീൻ 19 അധ്യായം ഇനിയും ചൊല്ലുവാൻ ശേഷവും കേൾക്ക നൃപോത്തമ. ഓം തത്സത്. ഇത് വൈശാഖ മഹാത്മ്യേ ഏകോനവിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കടലായി സ്റ്റേഷനറിൻ്റെ തിരുസന്നിധി ഈ പാരായണം സമർപ്പിക്കുകയാണ്. കടലായിൽ ഇല്ലാത്തത് കൊണ്ടാണ് വേറൊരു സ്ഥലത്ത് നിന്ന് പാരായണം ചെയ്യേണ്ടി വന്നത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം തത്സത്.